രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നാളെ രാവിലെ കോടതിയിൽ രാഹുൽ ഈശ്വറിനെ ഹാജരാക്കുകയാണ്. BNS 75(3) വകുപ്പ് കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ലൈംഗിക ചുവയോടെയുള്ള പരാമർശം നടത്തിയതിനാണ് പുതിയ വകുപ്പ് ചുമത്തിയത്. വിവരങ്ങളുമായി S. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, നമ്മൾ ആദ്യം കണ്ടത് രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. എന്താണ് ദീപ മാധ്യമങ്ങളോട് പറഞ്ഞത്? മറ്റു വിവരങ്ങൾ? നിലിമ, ഇപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ ഭാര്യ ദീപ മാധ്യമങ്ങളെ കണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് BNS 75(3)(4) അങ്ങനെ 2 വകുപ്പുകൾ കൂടി, നോൺ ബെയിലബിൾ ആയിട്ടുള്ള 2 വകുപ്പുകൾ കൂടി രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞതാണ്. ആ 2 വകുപ്പുകൾ പ്രകാരം കൂടി ഇപ്പോൾ ഈ ഒരു നടപടി സ്വീകരിച്ച സാഹചര്യത്തിൽ നാളെ രാവിലെ മജിസ്ട്രേറ്റിന് മുൻപാകെ അല്ലെങ്കിൽ കോടതിയിൽ മാത്രമായിരിക്കും രാഹുലിനെ ഹാജരാക്കുക. ഇന്നിപ്പോൾ തിരുവനന്തപുരത്തെ തൈക്കാടുള്ള പോലീസ് ട്രെയിനിങ് ക്യാമ്പിനകത്തുള്ള സൈബർ പോലീസ് സ്റ്റേഷനിൽ രാഹുൽ തുടരുമെന്നുള്ളതാണ്. എന്തായാലും വിവിധ വകുപ്പുകൾ, അതായത് നോൺ ബെയിലബിൾ ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തിയിരിക്കുകയാണ്. എന്തായാലും നിയമപരമായി നീങ്ങുമെന്നുള്ളതാണ് രാഹുലിൻ്റെ ഭാര്യ ദീപ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. രാഹുലിൻ്റെ ഭാര്യ പറയുന്നത് ഒരു വ്യാജ പരാതിയാണ് എന്നുള്ളതാണ്. അതായത് മുൻപ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പലരും നടത്തിയിട്ടുണ്ട്. അപ്പോഴൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള നടപടി, അത് വ്യാജ നടപടി എന്നുള്ളതാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ ഭാര്യ ദീപ പ്രതികരിച്ചിട്ടുള്ളത്. ഇപ്പോഴും രാഹുൽ ഈശ്വർ തൈക്കാട് സൈബർ പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ്. ചോദ്യം ചെയ്യലുകളും തുടരുകയാണ്. 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ചോദ്യം ചെയ്യൽ നടന്നത്. ഉച്ചയോടുകൂടി, അതായത് ഇന്ന് മാത്രം രാഹുൽ ഈശ്വർ 2 വീഡിയോ ദൃശ്യങ്ങളാണ് അല്ലെങ്കിൽ വീഡിയോകളാണ് പുറത്തുവിട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി. അതിന് പിന്നാലെ 2ാമത്തെ വീഡിയോയും വന്നതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് രാഹുൽ ഈശ്വറിനെ വീട്ടിലെത്തി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത ശേഷം അദ്ദേഹത്തിനെ നേരെ കൊണ്ടുവന്നത് ഇവിടെ AR ക്യാമ്പിലേക്കാണ്. AR ക്യാമ്പിൽ ചോദ്യം ചെയ്യൽ നടന്നു. AR ക്യാമ്പിൽ ചോദ്യം ചെയ്ത് വകുപ്പുകൾ ചുമത്തിയതിന് ശേഷമാണ് അദ്ദേഹത്തിനെ അവിടെ നിന്നും സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങോട്ടേക്ക് എത്തിക്കുകയും ചെയ്തത്. സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഈ മണിക്കൂറിലും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഭക്ഷണമടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മണിക്കൂറിൽ തുടരുന്നുണ്ട്. വിവിധ വകുപ്പുകൾ, അതായത് പൊതുമധ്യത്തിൽ ഒരു വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങൾ പുറത്തുവിട്ടു, 2 ലൈംഗിക ചുവയോട് സംസാരിച്ചു എന്നീ വകുപ്പുകൾ, കൂടാതെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അധിക്ഷേപം നടത്തി എന്നീ വകുപ്പുകൾ കൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള അറ്റാക്കിംഗ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അറ്റാക്കിംഗ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായൊരു സാഹചര്യമുണ്ട്. ആ ഉണ്ടായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നടപടി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുൻപ് പല ഘട്ടങ്ങളിലായി, അതായത് ഘട്ടം ഘട്ടമായി വീഡിയോ രാഹുൽ ഈശ്വർ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി പങ്കുവെച്ചു. അപ്പോൾ പങ്കുവെച്ചപ്പോഴൊക്കെ ഈ പെൺകുട്ടിയുടെ വ്യക്തിവിവരങ്ങളടക്കം പുറത്തുവിട്ടുണ്ട് എന്നുള്ളതാണ് പരാതിക്കാരി പറയുന്നത്. അതായത് തുടക്കത്തിൽ അവർ വിവാഹിതയാണ് എന്നൊന്നും തന്നെ ആർക്കും അറിയില്ലായിരുന്നു. രാഹുൽ ഈശ്വറിൻ്റെ ചില വീഡിയോകൾ വഴിയാണ് അവിടെ. അതേ ശാലിനി, അതാണ് ഏറ്റവും നിർണായകം എന്ന് പറയുന്നത്. ഈ പെൺകുട്ടിയെ സമൂഹ മധ്യത്തിൽ തിരിച്ചറിയാനുള്ള എല്ലാ ചാൻസും ഇട്ടുകൊടുത്തുകൊണ്ടാണ് രാഹുൽ ഈശ്വർ പല പരാമർശങ്ങളും നടത്തിയത്. അത് സോഷ്യൽ മീഡിയ ഇടങ്ങളിലാകട്ടെ, അതുപോലെ ടെലിവിഷൻ ചർച്ചകളിലാകട്ടെ, യൂട്യൂബിലൊക്കെ ആകട്ടെ, വളരെ കൃത്യമായി ഈ പെൺകുട്ടി ആരാണ് എന്ന് തിരിച്ചറിയണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ പരാമർശം നടത്തിയിരിക്കുന്നത്. അതീവ ഗുരുതരമായ ആരോപണങ്ങൾ, വകുപ്പുകൾ രാഹുൽ ഈശ്വറിനെ എതിരെ ചുമത്തിയിരിക്കുന്നു. മറ്റൊരു കാര്യം കൂടി ശാലിനി, ഇതിൽ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തിട്ടുണ്ട്. മഹിളാ കോൺഗ്രസിൻ്റെ ഭാരവാഹികളെ പ്രതി ചേർത്തിട്ടുണ്ട്. അവരുടെ അറസ്റ്റ്, അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഏതെങ്കിലും വിധത്തിൽ വിവരങ്ങൾ ലഭ്യമാണോ? നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം, അതായത് 5 പേർക്കെതിരെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ പെൺകുട്ടിയെ അപമാനിച്ചു അല്ലെങ്കിൽ ഇരയെ അപമാനിച്ചു എന്ന രീതിയിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതിൽ കോൺഗ്രസ് നേതാക്കന്മാരടക്കമുള്ളവരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ അതിജീവിതയെ അപമാനിച്ച കേസിൽ അതിൽ 4ാം പ്രതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ. ഒപ്പം തന്നെ രാഹുൽ ഈശ്വർ കേസിലെ 5ാം പ്രതിയാണ്. 1ാം പ്രതിയായി രഞ്ജിത പുളിക്കൻ എന്ന് പറയുന്ന
മഹിളാ കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടാണ്. അവരെയും ഈ കേസിൽ ഒന്നാം പ്രതിയായി പ്രതിസ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട്. രണ്ടാം പ്രതി അഡ്വക്കേറ്റ് ദീപ ജോസഫാണ്. സുപ്രീം ശാലിനി, സന്ദീപ് വാര്യരുടെ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ നമ്മോടൊപ്പം ചേരും.